അപ്പം ദൈവമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ചുമ്മാ IELTS അല്ലെങ്കിൽ വസ്തു വിൽപ്പന, വസ്തു ജപ്തി, പരീക്ഷ, ഇങ്ങനെയുള്ള പല വ്യഞ്ജനങ്ങളുമായിട്ട് മാത്രം ദൈവമായിട്ട് നമുക്ക് അധികം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പലവ്യഞ്ജന വ്യാപാരമായിട്ട് ദൈവമായിട്ട് അധികം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ദൈവമായിട്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദൈവം തന്നെ ആയിരിക്കണം അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം. പിടികിട്ടിയ ദൈവം തന്നെ ആയിരിക്കണം. അത് നിൻ്റെ വിഷയമായിരിക്കരുത്. നിൻ്റെ വിഷയം ഇന്നത്തത്, നാളത്തത്, മറ്റന്നാളത്തത് മാറി മാറി വരും. പക്ഷെ ദൈവത്തിന് മാറ്റമില്ല. അപ്പം അതുകൊണ്ട് ഫസ്റ്റ് പ്രയോറിറ്റി, അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡെയിലി ബ്രെഡിൽ പറഞ്ഞത്, ഹെഡ് ടു ടെയിൽ അപ്രോച്ചാണ് എപ്പോഴും നല്ലത്. ടെയിൽ ടു ഹെഡ് അപ്രോച്ച് എന്ന് പറഞ്ഞ് റിജക്ഷൻ കൂടുമെന്ന് പറഞ്ഞായിരുന്നു ഇല്ലേ? നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴല്ലേ തലേന്ന് വായിൽ നിന്ന് താഴേക്കല്ലേ പോകുന്നത്, അത് ദഹിച്ച് ആരോഗ്യമായിട്ട് മാറും. പക്ഷേ താഴേന്ന് മേലോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ഛർദ്ദിലായിട്ട് മാറും, റിജക്ഷൻ ആവും അല്ലേ? അതാണ്. അപ്പോൾ എപ്പോഴും ദൈവത്തിന് തലയ്ക്ക് പ്രാധാന്യം കൊടുത്ത് വേണം നമ്മൾ, അത് നമ്മുടെ വയറിന് പ്രാധാന്യം കൊടുക്കരുത്. അതാണ് ടെയിൽ ടു ഹെഡ് എന്ന് പറയുന്നത്. വയറിന് ജോലി, വീട്, വിവാഹം, പ്രൊമോഷൻ, അങ്ങനെയുള്ള വയറ്റിപ്പിഴപ്പ് വിഷയങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുത്താൽ അതിൻ്റെ അർത്ഥം വയറിൽ നിന്നാണ് നമ്മൾ ഹെഡിലേക്ക് വരുന്നത്, ദൈവത്തിലേക്ക് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഛർദിലാണ് അങ്ങനെ വരുന്നത്. വയറ്റിൽ നിന്ന് വായിലിട്ട് തന്നെ അങ്ങനെ ഛർദിലല്ലേ? റിജക്ഷൻ കൂടും. അപ്പോൾ റിജക്ഷൻ കൂടും. റിജക്ഷൻ വരരുത്, മറിച്ച് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തിട്ട് താഴേക്ക് വരണം. അപ്പോൾ എപ്പോഴും അത് എപ്പോഴും നമ്മൾ ആ ബാലൻസ് കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് നോക്കണം. ബാലൻസ് കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് നോക്കണം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ദൈവത്തിന് ഇങ്ങോട്ട് തരാൻ, ബാലൻസ് ഇങ്ങോട്ട് തരാനുണ്ടാകണം. നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോൾ, നമ്മൾ പൈസ കൊടുക്കുമ്പോൾ കടക്കാരൻ എണ്ണി നോക്കും, ഇതിൻ്റെ 2 രൂപ കുറവുണ്ടോയെന്ന് അയാൾ പറയാനിട പെടുത്തരുത്. അങ്ങനെ പറയണം, ഇതിൻ്റെ 2 രൂപ കൂടുതലുണ്ടല്ലോ എന്ന് പറയണം. മനസ്സിലായി? അതാണ് മാന്യമായ കച്ചവടം എന്ന് പറയണത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ ബിഷപ്പ് ഞങ്ങൾക്കൊരു ക്രിസ്മസ് മെസ്സേജ് തന്നു. അപ്പോൾ ഡിവൈൻ കൊമേർച്ച് എന്ന് പിതാവ് പറഞ്ഞു. അത് ഞാൻ പിതാവിനോട് എൻ്റെ ബാക്കിൽ വാക്ക് നല്ല ഉണ്ടായിരുന്നു. വിശുദ്ധ വിനിമയം, ദൈവമായിട്ടുള്ള ഇടപാടെല്ലാം വിശുദ്ധ വിനിമയമാണ്. വിശുദ്ധ വിനിമയത്തിൽ എപ്പോഴും വരണത്, ഈ നമ്മൾ ഒരു കടക്കാരന് ഒരു സാധനം വാങ്ങി പൈസ കൊടുക്കുമ്പോൾ അയാൾ എണ്ണി നോക്കുമ്പോൾ 2 രൂപ കുറവുണ്ടല്ലോ എന്ന് അയാൾ പറഞ്ഞാൽ ഈ കസ്റ്റമർ ഒരു ഡിഫീറ്റഡ് പേഴ്സണാണ്. പക്ഷേ മറിച്ച് എന്താ ചെയ്യേണ്ടത്? ആ കടക്കാരൻ നമുക്ക് കൊടുത്ത പണം എണ്ണി നോക്കുമ്പോൾ നമുക്ക് വാങ്ങിച്ച സാധനത്തിനേക്കാൾ കൂടുതലായിരിക്കണം. അതാണ് മാന്യമായ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ആധ്യാത്മിക ജീവിതത്തിൽ. നിങ്ങൾ വീട്, ജോലി, വിവാഹം എന്ന് പറയുമ്പോൾ നിങ്ങൾ നക്കാപ്പിച്ച 10 പത്രം കൊടുത്ത് അത്രേ ഉള്ളൂ അല്ലേ? ആശുപത്രിയിൽ പോയി ഒരു പൊതിച്ചോറ് കൊടുത്തു. ദൈവം നിങ്ങൾക്ക് തന്നതുമായിട്ട് നോക്കുമ്പോൾ നിങ്ങൾ കൂടുതലാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഈ ബിസിനസ് കുറച്ച് കഴിയുമ്പോൾ മുന്നോട്ട് പോകത്തില്ല. എപ്പം നോക്കിയാലും കഴിഞ്ഞ ദിവസങ്ങളിലെ അക്കൗണ്ടൻറ്റ് ജനറലിൻ്റെ സാക്ഷ്യം ഉണ്ടായി. അക്കൗണ്ടൻറ്റ് ജനറൽ, ഇതിൻ്റെ പേര് ജിയോ, സൗത്ത് ആഫ്രിക്കയിലാണ്, നമ്മുടെ നാട്ടുകാരനാണ്. അപ്പം അദ്ദേഹത്തിന് ഒരു വലിയ പ്രശ്നമുണ്ടായി. ഈ വലിയവർക്ക് വലിയ പ്രശ്നങ്ങളാണ്, ചെറിയവർക്ക് ചെറിയ പ്രശ്നങ്ങൾ. ആനയ്ക്ക് ആനത്തലയോളം ദുഃഖം, അണ്ണാനി അണ്ടിപ്പരിപ്പോളം ദുഃഖമാണ്. അപ്പോൾ വലിയവരുടെ ദുഃഖം എന്ന് പറയുന്നത് വലിയ ദുഃഖങ്ങളായിരിക്കും. ഇപ്പം ഈ അക്കൗണ്ട് ജനറൽ എന്ന് പറയുമ്പോൾ സ്റ്റേറ്റിൻ്റെ ആളാണേ. മിനിസ്റ്റർ കഴിഞ്ഞാലുള്ള, ആ സൗത്ത് ആഫ്രിക്കയിലെ മിനിസ്റ്റർ കഴിഞ്ഞാലുള്ള പൊസിഷനിലിരിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ഈ പൊസിഷനിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെട്ട്, ആക്ടിങ് ആണ്, പ്രൊമോട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ അക്കൗണ്ട് ജനറലിൻ്റെ പൊസിഷനിലേക്ക് അദ്ദേഹം പ്രൊമോട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം പുള്ളി അറിഞ്ഞിട്ട് അദ്ദേഹത്തിന് മുമ്പ് അവിടെ വർക്ക് ചെയ്തത്, അദ്ദേഹത്തിന് പകരം 3 പേരാണ് വർക്ക് ചെയ്തിരുന്നത്.
അവരുടെ കാലത്ത് വലിയ അലിഗേഷൻസ് ഉണ്ടായി, എന്നുവെച്ചാൽ അഴിമതികളുണ്ട്. അപ്പം ഇദ്ദേഹമാണത് ഒപ്പിട്ട് ചാൻസ് ഈ ഇത് തസ്തിക വാങ്ങിച്ചത്. കാരണം വാങ്ങിച്ചതല്ല, ആ തസ്തിക പുള്ളി അധികാരമേറ്റത് ഈ അഴിമതിക്കാരിൽ നിന്നാണ് അധികാരമേറ്റത്. അത് ഒപ്പിട്ട് അധികാരമേറ്റപ്പോൾ ലീഗലായിട്ട് അവർ ചെയ്തു വെച്ച എല്ലാ കള്ളത്തരത്തിനും പുള്ളി പ്രതിയായി. അത് വിഷയം അറിയാമല്ല, ഇത്രയും വലിയ പൊസിഷനിട്ട് പിന്നെ നേരെ ജയിലിലോട്ടാണ് പോണത്. ഉടനെ ലീഗൽ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങി. ലീഗൽ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയപ്പോഴും മറ്റ് 3 പേരും ഉടനെ രാജിവെച്ചായിരുന്നു. രാജിവെച്ചിട്ടാണ് ഇയാളെ കയറ്റിയത്. അത് ഇങ്ങനെ ഒരു തട്ടിപ്പ് ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നുള്ള കാര്യം ഇയാൾക്ക് അറിയത്തില്ലായിരുന്നു. സ്വാഭാവികമായ പ്രൊമോഷനാണെന്നും പറഞ്ഞ് അദ്ദേഹം അധികാരമേറ്റതാണ്. മറ്റവർ രാജിവെച്ച പോലെ അറിയത്തില്ല. ലീഗൽ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ അപ്പോയിൻ്റ് ചെയ്ത മന്ത്രിക്കും രാജിവെക്കേണ്ടി വന്നു. കാര്യം എന്താണ്? തെറ്റുകൾ ലീഗലായിട്ട് ശരിയായിട്ട് വന്നു, അഴിമതി നടന്നിട്ടുണ്ടെന്നുള്ളത് വ്യക്തമായി. അപ്പോൾ ഈ പഴയ ഡിപ്പാർട്ട്മെൻറ്റ് മൊത്തം രാജിവെച്ച് ഇങ്ങേരി കോടതിയും കേസായിട്ട് നടക്കുകയാണ്. കോടതിയും കേസായിട്ട് നടക്കുന്നതിനിടയ്ക്ക് ഇതിനുള്ളിൽ വേറൊരു സങ്കടകരമായൊരു ചതി നടന്ന് പുള്ളിയുടെ വക്കീൽമാർ 3 പേര് അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻഷ്യൽ ഡേറ്റ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വളരെ പ്രൈവറ്റായുള്ള സ്വകാര്യ ഡേറ്റകൾ ഇയാളുടെ ശമ്പളം വാങ്ങിക്കുന്ന വക്കീൽ തന്നെ ചോർത്തിയെടുത്ത് മറുപക്ഷത്തിന് കൊടുത്ത്. അപ്പം മനസ്സിലായി ഇയാൾ പെട്ടുപോകും, അകത്താവുമെന്ന് വിചാരിച്ചു. പുള്ളി അപ്പം തന്നെ 5 ദിവസത്തേക്ക് ലീവ് എടുത്ത് നേരെ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് നിന്ന് ഉടമ്പടി എടുത്ത്. ഇപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോഴും ഈ ഉടമ്പടിയുടെ ഒരു ഗുണം കണ്ടില്ലേ? അപ്പോൾ ഇത് സാധാരണ ജീവിതക്കാർ തൊട്ട് ടോപ്പായിട്ടുള്ള മനുഷ്യർ വരെ അവർക്കൊരു ആപത്ത് വന്നാൽ അഭയം പ്രാപിക്കാൻ പറ്റിയ സ്ഥലമായി അമ്മ ഈ ഉടമ്പടിയെ ഉയർത്തിയിട്ടുണ്ട്. ഇനി രസം എന്താ വെച്ച് കഴിഞ്ഞാൽ, കൃപാസന അമ്മയുടെ പ്രവർത്തനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഞെട്ടിപ്പോവും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം നിന്ന് പ്രവർത്തിക്കുന്നതിന് പകരമായിട്ടാണ് അമ്മ നമ്മുടെ കൂടെ ദൈവത്തിൻ്റെ ഒരു അംബാസിഡറെ പോലെ, പ്രതിനിധിയെപ്പോലെ നിൽക്കുക. അമ്മ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായത് അനുഭവത്തിൽ നിന്ന് മനസ്സിലാകണത്, ആശയപരമായതിനേക്കാളുപരി അനുഭവത്തിൽ നിന്ന് മനസ്സിലാകണത് അമ്മ ദൈവത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് പല ദൈവപ്രവർത്തനങ്ങളും നടക്കുന്നത് അമ്മയുടെ ഒരു പരിപാലനയുടെ തണലിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇനി അമ്മയുമായിട്ട് ഉടമ്പടി എടുത്തപ്പോൾ തന്നെ ഉണ്ടായ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇയാളുടെ ഉടമ്പടി ഇപ്പം അമ്മയെ സംബന്ധിച്ചുള്ളത് ഉടമ്പടി വെക്കുമ്പോൾ അറിയാൻ പറ്റും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഉടമ്പടി വെക്കുമ്പോൾ തന്നെ നിങ്ങൾ ഉടമ്പടി എഴുതുന്ന സമയത്ത് തന്നെ അത് ഉടമ്പടി ആകണതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ വിഷയങ്ങൾ ചെയ്യുമെന്ന് ദൈവത്തിനറിയാം. അപ്പം തന്നെ അത് ഉടമ്പടി ആകുകയാണ്. ഉടമ്പടി വർക്ക് ചെയ്യുന്നതിന് വിതിൻ നോ ടൈം മതി. നിങ്ങൾ എഴുതുന്ന സമയത്ത് തന്നെ ഉടമ്പടി വർക്കൗട്ട് ചെയ്യാം, വർക്കിംഗ് തുടങ്ങും. പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞ് ഈശോയുടെ നാമത്തെ മഹത്വപ്പെടുത്താൻ സാധിച്ചതിൽ ആദ്യമായി ഞാൻ തിരുക്കുമാരനോടും അമ്മ മാതാവിനോടും നന്ദി പറയുന്നു. എൻ്റെ പേര് സുധാ സന്തോഷ്. എൻ്റെ സ്ഥലം ട്രിവാൻഡ്രം. ഞാനിവിടെ ആദ്യമായി പറയാൻ പോകുന്ന സാക്ഷ്യം, 25 വർഷത്തോളം സഞ്ചരിച്ചിരുന്ന എൻ്റെ വീട്ടിലേക്കുള്ള വഴി നഷ്ടമാകുകയും അതിനെ തുടർന്ന് എൻ്റെ മാതാവ് അത്ഭുതകരമായ ഒരു വഴി തന്നതിനെക്കുറിച്ചുമാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. ഞാൻ താമസിക്കുന്ന എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. അപ്പം പെട്ടെന്നത് ഒരു ഷെയർ ചെയ്യുകയും അതിനെ തുടർന്ന് 25 വർഷത്തോളം സഞ്ചരിച്ചിരുന്ന എൻ്റെ വഴി നഷ്ടമാകുന്നു.
അപ്പം ആ വഴി 7 വർഷത്തോളം നമ്മൾ കേസ് പറയുകയായിരുന്നു. ആ കേസ് പറയുന്നത് കൊണ്ട് ആ വഴിയിൽ നമുക്കൊന്നും ചെയ്യാൻ ഒരു നിർവാഹവുമില്ല. അവിടെ ക്ലീൻ ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അപ്പം കേസിൽ അകപ്പെട്ട് കിടക്കുന്ന ഈ വഴിയിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഒത്തിരി കാട് കയറി കിടക്കുന്ന വഴിയാണ്. അപ്പോൾ അതുവഴിയാണ് ഞങ്ങൾ വീട്ടിൽ സഞ്ചരിക്കുന്നത്. എൻ്റെ വീട്ടിൻ്റെ അടുക്കളയിൽ 3 തവണ പാമ്പ് കയറി വന്നിട്ടുണ്ട്. 2 തവണ നിലത്തൂടെ ഇഴഞ്ഞുപോയി. ഞാൻ ചവിട്ടാൻ പോയപ്പോൾ ദൈവകൃപയുണ്ട് എനിക്ക് ഒന്നും സംഭവിച്ചില്ല. 3-ാമത്തെ തവണയെന്ന് പറയുന്നത് പാത്രങ്ങൾ കമഴ്ത്തി വെച്ചിരിക്കുന്ന എൻ്റെ പാത്രത്തിൽ ആ സ്പൂണ് വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഒരു പാമ്പ് തൂങ്ങി കിടന്നു. ഞാൻ ആ സ്പൂൺ എടുക്കാൻ പോയതും പെട്ടെന്ന് പത്തി ഉയർത്തി. അപ്പോൾ എന്തോ ദൈവകൃപ തന്നെ കൊണ്ട് എൻ്റെ ജീവൻ അപ്പോഴും രക്ഷിക്കാൻ സാധിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ ഒരു കൃപാസന പത്രം എനിക്ക് കിട്ടുന്നു. അത് ഞാൻ വായിച്ചു. അതിയായി എനിക്ക് ഇവിടെ വന്ന് മാതാവിനെ പ്രാർത്ഥിക്കണമെന്നും ഉടമ്പടി എടുക്കണമെന്നും എല്ലാം എനിക്ക് ആഗ്രഹം. ആ ആഗ്രഹം വെറും 3 ദിവസം മാത്രമേ നീണ്ടു നിന്നുള്ളൂ. എനിക്ക് മാതാവിൻ്റെ അടുത്ത് വരുവാനും എനിക്ക് ഉടമ്പടി എടുത്തു. ഞാൻ 2022 നവംബർ 26 ഞാൻ ഉടമ്പടി എടുക്കുന്നു. ആ ഉടമ്പടി എടുത്തു പോയി. ഞാൻ പിറ്റേ ദിവസം തന്നെ ഞാൻ രാവിലെ അച്ഛൻ്റെ പ്രാർത്ഥന കൂടുകയും അപ്പോൾ 5:30 മണിക്ക് പ്രാർത്ഥന കൂടിയതിന് ശേഷം ഈ കാട്ടിൽ ചെന്ന് ഞാൻ ഉടമ്പടി ഉപ്പ് വിതറിയിട്ട് എനിക്ക് ആ വഴി വേണമെന്ന് ഞാൻ മാതാവിനോട് ഞാൻ ചോദിച്ചില്ല. എനിക്ക് മാതാവെ അനുയോജ്യമായ ഒരു വഴി എനിക്ക് തന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ പിറ്റേ ശനിയാഴ്ച ആയപ്പോൾ ഞാൻ ഉപവാസത്തിലായിരുന്നു. ഒരു 11 മണിയായപ്പോൾ കോടതിയിൽ നിന്നും ഒരു നോട്ടീസ് വരുന്നു. ഞങ്ങൾ ആ കേസ് പരാജയപ്പെട്ടു. അപ്പോൾ ഞങ്ങൾക്ക് 25 വർഷത്തോളം സഞ്ചരിച്ചിരുന്ന ആ വഴി നഷ്ടമായി. അപ്പോൾ അങ്ങനെ അവർക്ക് മതിൽ കെട്ടാനുള്ള ഒരു സാഹചര്യം അവർക്ക് ഉണ്ടായി. നമ്മൾ ആ കേസ് പരാജയപ്പെട്ടു. അപ്പോൾ ഞാൻ ഒരാഴ്ച ആയതേ ഉള്ളൂ ഉടമ്പടി എടുത്തിട്ട്. അപ്പോൾ മാതാവിൻ്റെ ദൃഢമായി തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. ധ്യാനങ്ങൾ കേൾക്കുകയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഒത്തിരി തവണ പറയാറുണ്ട്, നമ്മൾക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ട് എന്ത് കാര്യം വന്നിരുന്നാലും മാതാവിനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അത് സാധ്യമാകും. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്തിനാൽ സാധ്യമാകും എന്നുള്ള ആ പ്രാർത്ഥനയിൽ ഞാൻ മുഴുകിയിരിക്കുകയും അങ്ങനെ പിറ്റേ ഞായറാഴ്ച തന്നെ അവർ മതിൽ കെട്ടി. അങ്ങനെ ഞങ്ങൾക്ക് ചുറ്റിനുമായിട്ട് നമ്മളുടെ വീട്ടിൽ നമുക്ക് പുറത്ത് കിടക്കാൻ പറ്റത്തില്ല. എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ട് റോഡാണ്, പക്ഷേ എൻ്റെ വീട് ഒരു 10 അടിയോളം ഉയർന്നു നിൽക്കുകയാണ്. അപ്പം നമുക്ക് ഈ വാഹനം അനുയോജ്യമായിട്ടുള്ള ഒരു പാതയെന്ന് പറയുന്നത് നമ്മൾ ഇത്രയും വർഷവും നമ്മൾ സഞ്ചരിച്ചിരുന്ന വഴിയായിരുന്നു. അങ്ങനെ 25 വർഷത്തോളം ഈ സഞ്ചരിച്ച വഴി നമുക്ക് നഷ്ടമായി. അങ്ങനെ നമുക്ക് വേറെ ഫ്രണ്ടിലൂടെ നമുക്ക് വഴി എടുത്തു കഴിഞ്ഞാലും അതിലൂടെ നമുക്ക് വാഹനം ഇതിൽ കൂടെ കയറാനോ ഒന്നും പറ്റില്ല, നിർവാഹമാണ്, അത് പറ്റത്തില്ല. അപ്പോൾ ഒത്തിരി ജനങ്ങളും പറഞ്ഞു, ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് കയറുന്നതെന്ന്. അപ്പം ഞാൻ എന്നിട്ട് മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു, മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്തിനാൽ സാധ്യമാകും എന്നുള്ള ആ പ്രാർത്ഥനയിൽ തന്നെ ഞാൻ ഉറച്ചു നിന്നു. അങ്ങനെ നമുക്ക് എന്തായിരുന്നാലും ഒരു വഴി വേണം. അങ്ങനെ ഫ്രണ്ടിലെ ആ സ്ഥലം നമ്മൾ ഒരു JCB കൊണ്ടുവന്ന് ഇടിച്ചു. അപ്പോൾ ഒത്തിരി പേരും പറഞ്ഞു, ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്തിരുന്നാലും നിങ്ങൾക്ക് എന്തായിരുന്നാലും അകത്തോട്ട് നിങ്ങൾക്ക് വണ്ടിയൊന്നും കയറാൻ പറ്റത്തില്ല. അപ്പം എൻ്റെ ഹസ്ബൻഡ് തന്നെ പറഞ്ഞു, നമുക്ക് 4 വീലറൊക്കെ നമുക്ക് വിൽക്കാം, നമുക്ക് കുഞ്ഞു റോഡാണ്, അപ്പോൾ അവിടെയൊന്നും പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് സ്കൂട്ടറൊക്കെ കൊണ്ടുവന്ന് ഒതുക്കി നമുക്കിങ്ങനെ വയ്ക്കാനുള്ള ഒരു സാഹചര്യമേ നമുക്ക് അപ്പോഴുണ്ടായിരുന്നുള്ളൂ. മാതാവിനെ ഞാൻ മുറുകെ പിടിച്ചു, പ്രാർത്ഥിച്ചു. അങ്ങനെ അത്ഭുതം എന്നോളം ഇപ്പോഴെൻ്റെ ആ വഴി, മാതാവ് തുറന്നു തന്ന വഴിയിൽ എൻ്റെ വീട്ടിൽ 5 കാറ് പാർക്ക് ചെയ്യാനുള്ള ഒരു അത്ഭുതകരമായ ഒരു വഴി എനിക്ക് എൻ്റെ മാതാവ് തന്ന് അനുഗ്രഹിച്ചു. എൻ്റെ തിരുക്കുമാരനും ഈശോയ്ക്കും കോടാനുകോടി ഞാൻ നന്ദി പറയുന്നു. അത്ഭുതമാണത്. എല്ലാവരും ഒത്തിരി പേരും പറഞ്ഞ ഒരു കാര്യമാണ്. ഒരിക്കലും അത് മനുഷ്യനതിലെതിരെ സഞ്ചരിക്കാനോ വാഹനം കയറ്റാനോ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ എൻ്റെ മാതാവും തിരുക്കുമാരനും എന്നെ അനുഗ്രഹിച്ചു. ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമെന്ന് പറയുന്നത് എൻ്റെ രോഗസൗഖ്യത്തെക്കുറിച്ചാണ്. ഒത്തിരി വർഷത്തോളം എനിക്ക് മൈഗ്രെയിൻ്റെ അസുഖവും അതുപോലെ തന്നെ ഗ്യാസിൻ്റെ അസുഖം നിരന്തരമാണ്. ഒരു 3 മാസത്തോളം ഞാൻ പകലും രാത്രിയും ഉറങ്ങാതെ കിടന്ന നാളുകളുണ്ടായിരുന്നു. ഗ്യാസിൻ്റെ ആ നിരന്തരമായ ഒരു പ്രശ്നം.
അപ്പം ആ ഒരു 2022 നവംബർ 26 ഉടമ്പടി എടുത്ത എനിക്ക് ഇന്നേ വരെ തലവേദനയോ അതുപോലെ തന്നെ ഈ ഗ്യാസിൻ്റെ പ്രശ്നമോ എനിക്കുണ്ടായിട്ടില്ല. അതിനും ഞാൻ തിരുക്കുമാരനോടും മാതാവിനോടും നന്ദി പറയുന്നു. എൻ്റെ രണ്ടാമത്തെ രോഗസൗഖ്യം എന്ന് പറയുന്നത്, ഞാൻ ടീച്ചിങ് ഫീൽഡിലാണ്. അപ്പോൾ കാലിൽ നല്ല വെരിക്കോസിൻ്റെ പ്രശ്നമാണ്. സ്കൂളിൽ ഒരു 7 പീരീഡോളം പഠിപ്പിച്ചിട്ട് വീട്ടിൽ വരുമ്പോൾ നിരന്തരമായ കാല് വേദനയാണ്. എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല, അസഹ്യമായ വേദന. ഞാൻ ഉടമ്പടി തൈലം എന്നും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കാലിൽ ഉടമ്പടി തൈലം ഇട്ട് എൻ്റെ മാതാവിനെ ഞാൻ പ്രാർത്ഥിക്കും. ഇന്നേ വരെയും എനിക്ക് ആ കാലിൽ ആ ബുദ്ധിമുട്ട് എനിക്കുണ്ടായിട്ടില്ല. വെരിക്കോസിൻ്റെ അസുഖം പൂർണ്ണമായി എൻ്റെ മാതാവ് സൗഖ്യമാക്കി തന്നു. എൻ്റെ മൂന്നാമത്തെ രോഗസൗഖ്യം എന്ന് പറയുമ്പോൾ, രാവിലെ ഞാൻ എണീക്കുമ്പോൾ തന്നെ എൻ്റെ ഇടതുഭാഗത്തെ തലയുടെ ഉള്ളിൽ നിന്നും കഴുത്തിൽ എന്ന് വെച്ചാൽ ഒരു ഭാഗത്തു നിന്ന് എനിക്ക് അനക്കാൻ പറ്റത്തില്ല, മരവിപ്പാണ്. അപ്പോൾ ഒരു 4 മണിക്കൂറോളം ആ മരവിപ്പ് എൻ്റെ തലയിലെ ഉള്ളിലും കഴുത്തിലും നിൽക്കാറുണ്ട്. അപ്പോൾ അത് അസഹ്യമായ വേദനയാണ്. അപ്പോൾ ഞാൻ രാത്രി ഉറങ്ങുമ്പോൾ ഞാൻ ഉടമ്പടി തൈലമിട്ട് എപ്പോഴും ഞാൻ ഉടമ്പടി തൈലമിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. ഇന്നേ വരെയും ഈ നിമിഷം വരെയും എനിക്ക് ഈ വേദന എനിക്ക് മാതാവ് സൗഖ്യപ്പെടുത്തി തന്നു. ഇന്നേ വരെ ആ വേദന എനിക്ക് ഉണ്ടായിട്ടില്ല. അതുപോലെ നിരന്തരം ഒരാഴ്ചയിൽ ഒരു 3 തവണ ഞാൻ എപ്പോഴും കഴിക്കുന്ന ടാബ്ലറ്റ്സ് എന്ന് പറയുന്നത് പാരസെറ്റാമോളും ഡൈക്ലോഫിനാക്ക് എന്ന് പറയുന്ന ടാബ്ലറ്റ്സ് എനിക്ക് എപ്പോഴും ഞാൻ ഉപയോഗിക്കും ശരീരവേദന കൊണ്ട്. പക്ഷേ എൻ്റെ ഈ 2 കൈകളിലും ഇപ്പോൾ ഉള്ളത് എൻ്റെ മാതാവിൻ്റെ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പുമാണ്. ഒരു രീതിയിലും ഈ വർഷത്തിനിടയിൽ ഒരു മരുന്ന് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഈ പറയുന്ന മാതാവിൻ്റെ ഉടമ്പടി തൈലവും ഉപ്പും മാത്രമാണ് ഞാൻ ഉപയോഗിച്ചത്. ഞാനിവിടെ എൻ്റെ കാരുണ്യ പ്രവർത്തനമെന്ന് പറയുന്നത്, എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ എന്ന് വെച്ചാൽ ഒരു 1.5 കിലോമീറ്ററോളം അടുത്ത് തന്നെ ഒരു 45 അമ്മമാർ താമസിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ കിടരോഗികളാണ്. ആ അമ്മമാരുടെ അടുത്ത് ഞാൻ എല്ലാ ശനിയാഴ്ചയും ഉപവാസം എടുക്കുമ്പോഴാണ് ഞാൻ അവിടെ അമ്മമാരുടെ അടുത്ത് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് അമ്മമാരുടെ അടുത്ത് പോയി ജപമാല പറയും. പിന്നെ അതിലുപരി അവരോട് നല്ല മാതാവിൻ്റെ പാട്ടുകളും എല്ലാം ഞാൻ പാടും. ഞാൻ ഹിന്ദുവാണ്. എന്നിരുന്നാൽ പോലും അവിടെ ചെന്ന് ഞാൻ മാതാവിൻ്റെ ജപമാലയും പ്രാർത്ഥനയും എല്ലാം പറയാറുണ്ട്. ഞാൻ കുഞ്ഞുനാളിലെ മാതാവിനെയും ഈശോയെയും അധികമായി ഞാൻ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഞാൻ വാതിൽ തുറക്കുമ്പോൾ ഒരു അത്ഭുത മാതാവിൻ്റെ കുരിശടിയാണ് എനിക്ക് അവിടെ എനിക്ക് മാതാവ് തന്നത്. അപ്പോൾ എന്നും ഞാൻ ആ ഒരു കുരിശടി ഞാൻ കണ്ടാണ് ഞാൻ വാതിൽ തുറക്കുമ്പോൾ ആ കുരിശടി കാണും. അതെനിക്കൊരു വലിയൊരു അത്ഭുതമാണ്. അവിടെ എല്ലാ വ്യാഴാഴ്ചയും മാസത്തിലെ ഒരു വ്യാഴാഴ്ച കുർബാനയുണ്ട്. ആ കുർബാനയിലൊക്കെ ഞാൻ എൻ്റെ വീട്ടിലിരുന്നാൽ തന്നെ ആ കുർബാന എനിക്ക് കാണാൻ പറ്റും. എല്ലാ കുർബാനയിലും ഞാൻ പങ്കെടുക്കാറുണ്ട്. ഒരു ദിവസം പോലും അവിടെ മാതാവിനെ ഞാൻ പ്രാർത്ഥിക്കാതിരിക്കത്തില്ല. പിന്നെ അതുപോലെ RCC സെൻറ്ററുകളിൽ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് വിനിത, ആ മോളും കൂടെ പോയാണ് ഫുഡുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യും. അതിലുപരി ഒത്തിരി പേരിൽ നിന്ന് കളക്ട് ചെയ്ത് നമ്മൾ വണ്ടിയിലാണ് നമ്മൾ RCC സെൻറ്ററുകളിൽ അവിടെ നമ്മൾ ഫുഡ് വിതരണം ചെയ്യുന്നത്. ആ വിതരണം ചെയ്യുന്ന ഫുഡിനോടൊപ്പം തന്നെ നമ്മൾ പത്രങ്ങളും കൊടുക്കാറുണ്ട്. കൃപാസന പത്രം നമ്മൾ വിതരണം ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് എനിക്കത് സ്ട്രൈക്ക് ചെയ്തത്, നമ്മൾ ഫുഡ് കൊടുത്ത് ഫുഡ് മൊത്തം തീർന്നു. അങ്ങനെ കൃപാസനം പത്രം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ അങ്കിൾ ചോദിച്ചു, എനിക്ക് ഭക്ഷണം വേണ്ട, എനിക്ക് ഭക്ഷണം ഇല്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് കൃപാസന പത്രം തന്നാൽ മതി. അപ്പോൾ അത്രയും ഒരു മാതാവിനെ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തിയുടെ ഒരു വാക്ക് കേട്ടപ്പോൾ അപ്പോഴും എനിക്ക് വലിയൊരു സന്തോഷമായി. പിന്നെ മെഡിക്കൽ കോളേജുകളിലും എല്ലാം നമ്മൾ ഫുഡ് കൊടുക്കാറുണ്ട്. നമ്മളെ അടുത്തുള്ള ജില്ലാ ഹോസ്പിറ്റലുകളിലും വൈകുന്നേരം ഫുഡുകൾ തയ്യാറാക്കി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം എൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങളാണ്. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് കാരുണ്യ പ്രവർത്തനോടൊപ്പം തന്നെ നമ്മൾ പത്രങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ബസ് സ്റ്റാൻഡിലുമൊക്കെ നമ്മൾ വിതരണം ചെയ്യാറുണ്ട്. എൻ്റെ ആത്മീയ പ്രവർത്തനം എന്ന് പറയുന്നത് രാവിലെ എന്നും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടുകയും സ്റ്റാറ്റസ് ഇടുകയും
പിന്നെ വൈകുന്നേരത്തെ സായാഹ്ന പ്രാർത്ഥനയിൽ ഞാൻ പങ്കുകൊള്ളാറുണ്ട്. അതിലുപരി ഞാൻ സഞ്ചാരി മാതാവ് എന്ന ഒരു ഗ്രൂപ്പിലെ അംഗമാണ്. അപ്പം 4:45 അവിടെ നമ്മൾ ജപമാല, പിന്നെ 5:30 അച്ഛൻ്റെ ഡെയിലി ബ്രെഡ്. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പം അവധി ദിവസങ്ങളൊക്കെ വരുമ്പോൾ എന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന 2:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. അതുപോലെ തന്നെ 7 മണിക്ക് അച്ഛൻ്റെ സായാഹ്ന പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുകയും 7:15 അതുപോലെ തന്നെ ജപമാല 8:05 വരെ ജപമാലയുണ്ട്. 9:30 പിന്നെയും 9:30 മണി മുതൽ 10:45 വരെ ഈ സഞ്ചാരി മാതാവ് ഗ്രൂപ്പിലെ പ്രാർത്ഥന. അത് പ്രാർത്ഥനയെന്ന് പറയുന്നത് ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച്, രോഗസൗഖ്യ പ്രാർത്ഥന, കുരുക്കുകൾ അഴിക്കുന്ന പ്രാർത്ഥന, ഇതെല്ലാം കഴിഞ്ഞൊരു 11 മണിയാകുമ്പോഴേ ഈ പറയുന്ന ഒരു പ്രാർത്ഥനയിൽ കഴിയത്തുള്ളൂ. അപ്പോൾ മൊത്തമായിട്ടൊരു ദിവസം മാതാവിനും നമ്മുടെ തിരുക്കുമാരനും ഞാൻ എൻ്റെ ജീവിതം തന്നെ അർപ്പിച്ചുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇത്രയും ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന് അനുഗ്രഹിച്ച എൻ്റെ തിരുക്കുമാരനും മാതാവിനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. പവിത്രവും പാവനവുമായ ഈ അൾത്താരയുടെ വേദിയിൽ എനിക്ക് സാക്ഷ്യം പറയാനുള്ള കൃപ തന്ന എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ബിൻസി, തൊടുപുഴ വഴുത്തലയിൽ നിന്നാണ് വരുന്നത്. പിന്നെ എനിക്ക് ആദ്യമായി പറയാനുള്ളത്, എനിക്ക് 2 മക്കളാണ്. അതിനകത്ത് മൂത്തയാൾ OET എഴുതാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. 5 പ്രാവശ്യം OET എഴുതി. അതിനകത്ത് 5 പ്രാവശ്യവും അവൾ ഫെയിലായിപ്പോയി. 6ാമത്തെ എഴുത്തിലാണ് മോൾക്ക് OET ലഭിക്കുകയുണ്ടായത്. അപ്പോൾ മോളും ഞാനും കൃപാസനത്തിൻ്റെ ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് മാതാവിനോട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു OET അവസാന ഡേറ്റോട് കൂടി അവൾ എഴുതി പൂർത്തീകരിക്കുവാന്ന് എന്നോട് പറഞ്ഞു. മമ്മി ഇനി ഞാൻ എഴുതില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, അമ്മയ്ക്ക് സാധിക്കുമെങ്കിൽ അമ്മയുടെ ഇഷ്ടം പോലെ എൻ്റെ മകളിൽ സംഭവിക്കട്ടെ. പരിശുദ്ധ അമ്മേ, അമ്മ മാതാവ് കൂടെ വരണമേ. സഞ്ചാരി അമ്മയായി അമ്മ കൂടെ ആയിരിക്കണമേ. അവളുടെ കൂടെയാകണമേ. അമ്മ എപ്പോഴും അവളുടെ കൂടെയുണ്ടല്ലോ. പരിശുദ്ധ അമ്മയുടെ നിറവാർന്ന സാന്നിധ്യം എൻ്റെ പൊന്നോമന മകളുടെ മേലുണ്ടാകണമേ എന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കും. സഞ്ചാരി അമ്മ കൂടെ ചെന്നുകൊണ്ട് എൻ്റെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്താൽ എൻ്റെ ആ മകൾക്ക് OET 6ാമത്തെ എഴുത്തിൽ പൂർണ്ണമായിട്ടുള്ള വിജയം നൽകി. എൻ്റെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്താൽ എൻ്റെ കുഞ്ഞിനെ വിജയം നൽകി അനുഗ്രഹിച്ചു. അതിന് ഞാൻ മാതാവിന് കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ അങ്ങനെ അവൾ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, എൻ്റെ അമ്മയെപ്പോലെ ഒരു ഗ്രേ കളറിലുള്ള ഒരു വേഷം അണിഞ്ഞ ഒരു വ്യക്തി അവളെ ഇൻ്റർവ്യൂ ചെയ്യുവാനും ആ ഇൻ്റർവ്യൂ അവളുടെ ബർത്ത്ഡേയുടെ സമയത്ത് ഒരു ഗിഫ്റ്റായിട്ട് ആ ഇൻ്റർവ്യൂവിൽ അവൾ പാസ്സാകുവാനും എൻ്റെ പരിശുദ്ധ അമ്മയെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ അവൾക്ക് ജൂൺ 15-ാം തീയതി അവൾക്ക് ഇൻ്റർവ്യൂ പാസ്സാകാനുള്ള കൃപ ലഭിക്കുകയും ആ വിജയത്തിലൂടെ അവൾ അയർലൻഡിലേക്ക് പോകുവാൻ പരിശുദ്ധ അമ്മ 6 ലക്ഷം രൂപയോളം മുടക്ക് വന്നു. ആ സമയത്ത് മോളെ പഠിപ്പിച്ചതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഇരിക്കുന്ന സമയത്തും 5 പ്രാവശ്യം OET എഴുതിയതിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ സമയത്തുമാണ് ഈ 6ാമത്തെ എഴുത്തിൽ 6 ലക്ഷം രൂപയോളം മുടക്ക് പെട്ടെന്ന് തന്നെ വരികയാണ്. അങ്ങനെ ആ സമയത്ത് എൻ്റെ മോൾക്ക് 6 ലക്ഷം രൂപയും എൻ്റെ പരിശുദ്ധ അമ്മയുടെ ആ ശക്തമായ കരത്തിൻ്റെ കീഴിൽ ഞാൻ താഴ്മയോടെ നിന്നപ്പോൾ എൻ്റെ അമ്മ ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ട് ആ മകളുടെ മേൽ പ്രവർത്തിച്ചു. അങ്ങനെ അവൾ അയർലൻഡിൽ ചെല്ലുകയും അവിടെ നല്ല ഹോസ്പിറ്റലിൽ അവൾ മെഡിക്കൽ കോളേജിൽ തന്നെ അവൾക്ക് അഡ്മിഷൻ ലഭിക്കുകയും അവിടെ ജോലി കിട്ടി. അവൾ 4 ലക്ഷം രൂപ സാലറി മേടിക്കുകയും എൻ്റെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമാണ് അത് ലഭിച്ചത് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. മോൾ അവിടെ ഇച്ചിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ഓരോ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകളിലും അവൾക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റും മാറി മാറി കൊടുക്കേണ്ട സാഹചര്യങ്ങളാണ് മോൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, മകളെയും സഞ്ചാരി അമ്മേനെ മുറുകെ വിളിക്കുക. അമ്മ മാതാവ് നിൻ്റെ കൂടെ വന്നോളും. നീ അമ്മേനെ വിളിച്ചാൽ അമ്മ നിൻ്റെ കൂടെയുണ്ട്. എപ്പോഴും നിൻ്റെ കൺമുമ്പിലിരിക്കുന്ന അമ്മേനെ നീ മാറി മാറി വിളിക്കുക. അമ്മ എപ്പോഴും തിരുക്കുമാരനും അമ്മയും നിൻ്റെ കൂടെ വന്നോളും എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ അവൾക്ക് വലിയ കുഴപ്പമില്ലാതെ ജോലി ഒരു കുഴപ്പവും കൂടാതെ അവൾ പോകുന്നു. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ 30 ലക്ഷം രൂപയോളം ഈ മക്കളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പല വ്യക്തികളായിട്ട് പരിശുദ്ധ അമ്മയിലൂടെ ഇടപെടലിലൂടെ എനിക്ക് ലഭിക്കുകയുണ്ടായി. ആ 30 ലക്ഷം രൂപയും
കൊടുത്ത് ഇനി എനിക്ക് ഏകദേശം ഒരു 5 അല്ലെ 6 ലക്ഷം രൂപയോളം കടബാധ്യതകളേ ഉള്ളൂ. അതും അമ്മ മാതാവ് കൂടെ നടന്നുകൊണ്ട് എൻ്റെ മുന്നേ എൻ്റെ അമ്മ മാതാവ് നടന്ന് എൻ്റെ ഓരോ മേഖലയുടെ മേലും പരിശുദ്ധ അമ്മ സാന്നിധ്യത്താൽ നിറഞ്ഞു കവിഞ്ഞൊഴുകി എൻ്റെ അനുഗ്രഹങ്ങൾ സാധിച്ചു തരുന്നുണ്ട്. അങ്ങനെ ഞാനൊരു വീടിന് വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി വിഷമിച്ചു. ആ വീടില്ലാതിരുന്ന സമയത്ത് എൻ്റെ അമ്മയോട് ഞാൻ ആവശ്യപ്പെട്ടു, അമ്മേ എനിക്കൊരു ഭവനം തന്ന് എന്നെ അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. മാതാവേ, അമ്മയുടെ ഭവനത്തിന് ഞാൻ കൃപാലയം എന്ന് പേരിട്ടോളാവേ. എൻ്റെ അമ്മ മാതാവ് അതിനായിട്ട് ഒരുങ്ങണമേ, എനിക്ക് അതിനായിട്ട് സമയം ഒരുക്കി തരണമേ, എൻ്റെ പരിശുദ്ധ അമ്മ ഇടപെടണേന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് 3 മാസത്തിനുള്ളിൽ എൻ്റെ പരിശുദ്ധ അമ്മ ഹൈവേ റോഡിൻ്റെ അരികിൽ, അതായത് ബസ് സർവീസും കംപ്ലീറ്റ് എല്ലാ ബസ്സുകളും ഓടുന്ന ഒരു സ്ഥലത്ത് എൻ്റെ പരിശുദ്ധ അമ്മ 17 സെൻറ്റ് സ്ഥലത്തോടു കൂടി എൻ്റെ അമ്മ എനിക്കൊരു നല്ല ഭവനം തന്നു. ആ അമ്മയുടെ ഭവനത്തിന് ഞാൻ കൃപാലയം എന്ന് പേരിട്ടു. അങ്ങനെ 6 മാസമായി ആ ഭവനത്തിൽ ഞാൻ താമസിക്കാൻ തുടങ്ങിയിട്ട്. അവിടെ നിന്നാണ് ഞാനും എൻ്റെ മക്കളും ഇന്ന് ഉടമ്പടി എടുക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ. പിന്നെ എൻ്റെ വയറ്റിൽ ഒരു 4 മുഴയുണ്ട്. ആ മുഴ ബ്ലീഡിങ്ങും ഉണ്ട്. പരിശുദ്ധ അമ്മയുടെ ആ പൂജ്യമായ വസ്തുക്കൾ, ഉടമ്പടി തൈലം, ഉടമ്പടി ഉപ്പ് തേന്, ഇതെല്ലാം ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ മുഴയ്ക്ക് ഇപ്പോൾ ഒത്തിരി ആശ്വാസം. എൻ്റെ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കെല്ലാം, ബ്ലീഡിങ്, ഇതെല്ലാം എൻ്റെ പരിശുദ്ധ അമ്മ എനിക്ക് മാറ്റി തന്നു. പിന്നെ എനിക്കൊരു കാര്യം കൂടെ ഉണ്ട്. എൻ്റെ HB തീരെ താന്നുകൊണ്ടിരിക്കുവാണ്. 5 പോയിൻറ്റിലായിരുന്നു എൻ്റെ HB. 12 പോയിൻറ്റിലാകേണ്ട HB എനിക്ക് 5 പോയിൻറ്റിലായിരുന്നു. കാരണം ഞാൻ 10 കിലോ അരി ഒരു ചാക്കിനകത്തിരുന്നാൽ ഞാൻ ആ 10 കിലോ അരിക്കകത്ത് 2 കിലോ അരി ബാക്കി വെച്ചിട്ട് 8 കിലോ അരിയും ഞാൻ കഴിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് വിശപ്പില്ല, ബ്ലീഡിങ് കാര്യങ്ങളെല്ലാം എനിക്ക് വന്നുകൊണ്ടിരുന്നു. ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ, അമ്മ എനിക്ക് തന്ന ജീവനല്ലേ, ആ ജീവനെ അമ്മ മാതാവ് കാത്തു പരിപാലിക്കണമേ, എനിക്ക് ഒരു കുഴപ്പവും കൂടരുതേ. എൻ്റെ പരിശുദ്ധ അമ്മേ, എനിക്ക് ഇനി അരുതീറ്റ ഒന്ന് മാറ്റിത്തരണമേ. ഞാൻ പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല, പ്രാർത്ഥനാ സഹായം ചോദിക്കാത്ത മനുഷ്യരില്ല ഈ അരുതീറ്റയ്ക്ക് വേണ്ടി. അങ്ങനെ ഞാൻ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് എൻ്റെ അമ്മയുടെ ഉപ്പും ഈ ലോക്കറ്റ് ഞാൻ വായിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ എനിക്ക് അരുതീറ്റ മാറ്റി തരണേ. കാരണം അരി കാണുമ്പോൾ എനിക്ക് വളരെയധികം ഫീലിംഗ് ആണ്, അരി തിന്നണം എന്നുള്ളൊരു ജ്വരമാണ്. അങ്ങനെ എനിക്ക് ഛർദി, തലകറക്കം എന്ന് വേണ്ട സർവ്വ രോഗങ്ങളും വന്നു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ അമ്മയുടെ ശക്തമായിട്ട് ഇടപെടലുകൊണ്ട് എൻ്റെ അമ്മ മാതാവ് എൻ്റെ അരിതീറ്റ കംപ്ലീറ്റ് 4 വർഷമായിട്ട് ഞാനിപ്പോൾ അരി കാണുമ്പോൾ എനിക്ക് ഓക്കാനമാണ്. എൻ്റെ അമ്മയുടെ ഒരൊറ്റ ഈ ലോക്കറ്റിൻ്റെ ഒരു ശക്തിയും ഉപ്പിൻ്റെ ശക്തിയും ഒന്നുകൊണ്ട് മാത്രമാണ്. അങ്ങനെ അതും എൻ്റെ പരിശുദ്ധ അമ്മയിലൂടെ എനിക്ക് സാധിച്ചു തന്നു. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ഓരോ ഹോസ്പിറ്റൽ വഴിയും പത്രം കൊണ്ട് കൊടുക്കാൻ പോകുമ്പോൾ ഓരോ രോഗികളെയും കണ്ട് അവർക്ക് പത്രത്തിൻ്റെ വില എന്താണെന്നും ആ മൂല്യം എന്താണെന്നും മനസ്സിലാക്കി അവരുടെ നെറ്റിയിൽ ശിരസിൽ കൈവച്ച് വിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം അവരുടെ ശിരസിൽ തൂത്തുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ഉപ്പ് കൈകളിൽ കൊടുത്തുകൊണ്ട് അമ്മ മാതാവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ എല്ലാ മേഖലയിലും ഉണ്ടാകട്ടെ, നിങ്ങൾക്ക് രോഗങ്ങൾക്കെല്ലാം സൗഖ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ആ പത്രം കൊടുക്കുന്നത്. എനിക്ക് പള്ളി അങ്കണത്തിന് മുൻപിലോ വെയിറ്റിംഗ് ഷെഡിൻ്റെ മുമ്പിലോ ഈ പത്രങ്ങൾ വെക്കുന്ന കാര്യത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ വെക്കുന്ന വ്യക്തികളോട് പറയും, നമ്മൾ ഉടമ്പടി എടുത്ത വസ്തുക്കളല്ലേ, ആ വസ്തുക്കൾ പൂജ്യമായി ഉപയോഗിക്കേണ്ടതല്ലേ. എന്തുമാത്രം പേരാണ് ഈ പത്രം ഇട്ട് തട്ടിക്കളിക്കുന്നത്. ഓരോ പള്ളിയിലും വരുമ്പോൾ ഈ പത്രം ഇട്ട് കാണുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയും, നിങ്ങൾ വെക്കുന്ന പത്രം ഞാൻ എടുത്തുകൊണ്ട് പോയി കൊടുത്തോളാം. ഈ പത്രം ഇങ്ങനെ വെക്കാനുള്ള പത്രമല്ല, അത് ദൈവത്തിൻ്റെ ശക്തമായിട്ടുള്ള ഇടപെടലിൻ്റെ പത്രമാണ്. ആ പത്രം ഞാൻ അങ്ങനെ കൊടുത്ത് കാരുണ്യ പ്രവൃത്തികളായിട്ട് ചെയ്യും. പിന്നെ ഞാൻ രോഗികൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് ഞാൻ പൈസയായിട്ട് കൊടുക്കും. പിന്നെ മക്കളായിട്ട് ദൈവം അനുഗ്രഹിച്ച് എനിക്കിപ്പം ദൈവത്തിൻ്റെ കൃപ കൊണ്ടും എനിക്ക് കുറവുകളൊന്നുമില്ല. നിറവുകളാക്കി എൻ്റെ ജീവിതത്തെ ദൈവം ശക്തമായിട്ട് അനുഗ്രഹിക്കുന്നുണ്ട്. എല്ലാം പരിശുദ്ധ അമ്മ തന്ന, ഈശോ തന്ന ഈ അനുഗ്രഹത്തിന് കോടാനുകോടി. ഇനിയും ഒത്തിരി സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. ഇത് പെട്ടെന്നുള്ളൊരു പറച്ചിലായതിൻ്റെ പേരിൽ ഞാൻ ഒത്തിരി എടുത്ത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. എല്ലാം ദൈവം എനിക്ക് തന്ന് എന്നെയും എൻ്റെ മക്കളെയും കാത്തു പരിപാലിക്കുന്ന ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ സാക്ഷി ഇവിടെ നിർത്തട്ടെ.